ഹായ് എവ്രിവൺ, ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണം സെലിബ്രേഷന്റെ മൂഡിലാണ്, വൈബിലാണെന്നൊക്കെ അറിയാം. സോ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നീറ്റ് ക്രാക്ക് ചെയ്ത് നല്ല സ്കോർ ലഭിച്ച ദിയ വിനോദാണ്. സോ ദിയയുടെ സെലിബ്രേഷൻസും നീറ്റ് ജേണിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചോദിച്ചറിയാം. സോ ഒരുപാട് പേരുടെ ഒരു ഡ്രീമാണ് ഈ ഒരു നീറ്റ് അച്ചീവ് ചെയ്തിട്ട് ഒരു ഡ്രീം ഗവൺമെൻറ് MBBS സീറ്റ് നേടണം എന്നുള്ളത്. സോ ആ ഒരു അച്ചീവ്മെൻറ്റ് ദിയ നേടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു ഓണത്തിനും ഈ ഒരു ഫീല് എങ്ങനെയാണ്? ഭയങ്കര ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ വർഷം പറഞ്ഞാൽ കുറച്ച് മാർക്കിനാണ് ഗവൺമെൻറ് സീറ്റ് നഷ്ടമായത്. അപ്പോൾ ഈ ഓണത്തിൻ്റെ ടൈം തന്നെയാണ്. അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണോ അതോ സെൽഫിൽ കയറണോ, ഈ ഒരു കൺഫ്യൂഷൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഫൈനൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് റേസിൽ തന്നെ ജോയിൻ ചെയ്തു. പക്ഷേ ഈ വർഷം പറഞ്ഞാൽ ഈ ഓണത്തിന് ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ കാരണം ഗവൺമെൻറ് സീറ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു MBBS. അപ്പം അത് ആ ഒരു ഡ്രീമിലേക്ക് അടുത്തിരിക്കുന്നു. ഇനിയിപ്പം അലോട്ട്മെന്റ് നടക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീറ്റിന് വേണ്ടിയിട്ട്. ഹാപ്പിയാണ് ഇപ്പം. ഹാപ്പിയാണ്. അതെ. അപ്പൊ കുഞ്ഞിലേ മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു അല്ലേ ഈ ഒരു MBBS സീറ്റ് അല്ലെങ്കിൽ ഡോക്ടർ ആവണം എന്നുള്ളത്. എങ്ങനെയാണ് ആ ഒരു ഡ്രീം സ്റ്റാർട്ട് ചെയ്തത് ദിയക്ക്? എനിക്ക് ചെറുപ്പം മുതലേ ഡോക്ടർ എന്നുള്ളത് എന്തോ ഒരു ക്രേസ് ആണ്. മാത്രമല്ല ആ വൈറ്റ് കോട്ട്, സ്റ്റെതസ്കോപ്പ്, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ആ ഡ്രീം ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചതും. അങ്ങനെ റേസിലെത്തി ഇപ്പം ഫൈനലി ആ മൊമെന്റിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഓണത്തിന് ചെറിയൊരു മാർക്കിനാണ് ദിയക്ക് MBBS സീറ്റ് നഷ്ടമായത്. സോ ഈ ഒരു ഓണം എത്രത്തോളം സ്പെഷ്യലാണ്? അല്ലെങ്കിൽ ഈ ഒരു ഓണത്തിന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ, പ്രിപ്പറേഷൻസ് ഉണ്ടോ, പ്ലാൻ ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് നമ്മൾ ട്രിപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, പഠിത്തം മാത്രമേ. പക്ഷേ ഈ വർഷം അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഫുൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്. എൻ്റെ നാട് ഇവിടെ അല്ല, കോട്ടയത്താണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാനും പ്ലാൻ ചെയ്യുന്നത് ട്രിപ്പ് കസിൻസ് ഒക്കെ ആയിട്ട് ഫുൾ ഓക്കെ. അത് തന്നെയാണ് നമുക്ക് ലൈക്ക് വ്യൂവേഴ്സിനോടും പറയാനുള്ളത്. ഈ ഒരു ഓണ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഹാപ്പി അല്ലായിരിക്കും. ലൈക്ക് നീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ടെൻഷനിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു ഘട്ടമായിരിക്കും. പക്ഷേ ഈ ഒരു ഓണം അടിപൊളി അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഓണം നിങ്ങളുടേതായിരിക്കും. കാരണം നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഉണ്ട്, നിങ്ങൾക്കൊരു ജേർണി നിങ്ങൾ കംപ്ലീറ്റഡ്, ഒരു ഹാഫ് വേ നിങ്ങൾ കംപ്ലീറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എന്താ ട്രിപ്പൊക്കെ ഇട്ട് നമുക്ക് അടുത്ത ഓണത്തിന് അടിപൊളിയാക്കാൻ പറ്റും, സെറ്റാക്കാൻ പറ്റും. ഇപ്പം കുറച്ചൊന്ന് എന്താ പറയുക, പഠിക്കുക, അതിൽ തന്നെ ഫോക്കസ് ചെയ്തേക്കാം. പക്ഷെ അടുത്ത വർഷം നമുക്കത് സെറ്റാക്കാൻ പറ്റും. സോ ദിയ ഒന്നിലധികം വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു നീറ്റ് റിപ്പീറ്റിംഗ് ജേർണി ദിയക്ക് എങ്ങനെയായിരുന്നു? ഭയങ്കര ടഫായിരുന്നോ അല്ലെങ്കിൽ കുറച്ച് ഈസി ആയിരുന്നോ? ഇപ്പം നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പുറത്ത്. സോ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്തായിരിക്കും ദിയക്ക്? നീറ്റ് റിപ്പീറ്റിംഗ് ജേർണി പറഞ്ഞാൽ ഒരിക്കലും എളുപ്പമുള്ളതല്ല. കാരണം നമുക്ക് സ്ട്രെസ് ഉണ്ടാവും എന്തായാലും. പിന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ ഓഫ്കോഴ്സ്. പിന്നെ എന്താ പറയുക, ഇപ്പൊ പഠിക്കുന്നവർക്ക് പറയാനുള്ളത് പഠിക്കുക, നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുക. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക. കാരണം ടെൻഷനാക്കി നമ്മൾ ഉള്ളതും കൂടി നമ്മൾ ഇല്ലാതാക്കുക ചെയ്യുന്നത്. ടെൻഷൻ ഇല്ലാണ്ട് കൂളായിട്ട് കിട്ടും. നമുക്ക് നമ്മൾ തന്നെ ഒരു വിശ്വാസം, സെൽഫ് ബിലീഫ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്ത് പോവാം. ടെൻഷൻ അടിക്കാണ്ടിരിക്കാതെ ഞാൻ എൻ്റെ ഒരു മെയിൻ അഡ്വൈസ് ആയിട്ട് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ കഴിഞ്ഞതിന് മുന്നത്തെ വർഷമായാലും പോകാൻ കാരണം ടെൻഷനായിരുന്നു. അപ്പൊ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എടുത്ത് പറയും ടെൻഷൻ അടിക്കരുത്, കൂളായിരിക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ മാറി എത്തിയതാണ്. ഇപ്പൊ ഈ ഒരു നീറ്റ് ക്യാൻസൽ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ റീനീറ്റിലേക്ക് ആകുമ്പോൾ ഞാൻ അത്യാവശ്യം ഇന്ന് തന്നെ കൂളാക്കിയിട്ടാണ് എക്സാം പോയി അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ ഒരു ഡിഫറൻസ് നല്ലപോലെ അറിയാനുണ്ടായിരുന്നു. ഓക്കെ. സോ ഇപ്പം ടഫസ്റ്റ് സബ്ജക്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഈസി സബ്ജക്ട് ഉണ്ടാവും. അപ്പൊ ദിയയുടെ ടഫസ്റ്റ് ആൻഡ് ഈസി സബ്ജക്ട് ഏതായിരുന്നു? അതെങ്ങനെയാണ് ഇപ്പൊ ടഫ് ഉണ്ടായിരുന്ന സബ്ജക്ട് എങ്ങനെയാണ് ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ അതെങ്ങനെ ബെറ്റർ ആക്കിയത്? ടഫ് സബ്ജക്ട് എനിക്ക് കുറച്ച് ഫിസിക്സ് ആയിരുന്നു. ബയോളജി എളുപ്പമാണ്. ബയോളജി എനിക്ക് വായിക്കാനും പിന്നെ ക്വസ്റ്റ്യൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഫിസിക്സ് ഇൻട്രസ്റ്റ് ഇല്ലായിട്ടില്ല, പക്ഷെ എന്നാലും ചില ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കുറച്ച് ടഫായിരുന്നു. അത് പിന്നെ എന്താ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ ടീച്ചേഴ്സ് ഉണ്ട് ഓഫ്കോഴ്സ് അത്രയും നമ്മളെ കൂടെ എടുത്ത് പറയാൻ പറ്റുന്ന ടീച്ചേഴ്സും ഉണ്ട്. SPP സാറൊക്കെ ആയാലും RP സാർ, അങ്ങനെ കുറെ പേരുണ്ട്. ഒരു ടീം തന്നെ ഉണ്ടല്ലോ ഫിസിക്സിന്. നമ്മുടെ കൂടെ നിന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തു തരണം. പിന്നെ ഡൗട്ട് ക്ലിയർസ് ഒക്കെ പോകുമ്പോഴും അല്ലാതെ കോൾ ചെയ്തിട്ടും ഈവൻ എത്ര രാത്രി ആയാലും നമ്മൾ ഡൗട്ടിന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഫിസിക്സിൽ ഞാൻ സ്കോർ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതിൽ കുറെ ചീത്ത കേൾക്കും, പിന്നെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അതും വിളിച്ച് ചോദിക്കും ടീച്ചേഴ്സൊക്കെ. അപ്പോൾ അങ്ങനെ ഫിസിക്സ് ഇമ്പ്രൂവ് ചെയ്ത്. ബയോളജി എനിക്ക് അത്യാവശ്യം ഈസിയാണ്, കുഴപ്പമില്ലാത്ത സബ്ജക്റ്റാണ്. കെമിസ്ട്രി ഒരു മോഡറേറ്റ്, പ്രശ്നമില്ല, അങ്ങനെ ചെയ്തു പോവുമായിരുന്നു. ഒരു ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സ് മോർ ദാൻ ദാറ്റ് അവരൊരു ഫാമിലി ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും പറയും. കാരണം ക്ലാസ് എടുത്ത് പോലും മാത്രമേ ഇവൻ നമുക്ക് സ്കോർ കുറഞ്ഞാലും അവരെങ്ങനെ റാങ്ക് ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ വിളിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു സ്കോർ, എന്താ മാർക്ക് കുറഞ്ഞത്. ഇപ്പം നല്ല മാർക്കാണെങ്കിൽ അതിനനുസരിച്ച് പറഞ്ഞുതരും, പ്രശ്നമില്ല. അപ്പം ഇവൻ നീറ്റ് അതിന്റെ തലേ ദിവസം വിളിച്ചു ഞാൻ എക്സാം ഹോളിലേക്ക് കയറുമ്പോഴും അപ്പോഴൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ടെൻഷൻ ഇല്ലല്ലോ, ഓക്കെ അല്ലേ, കൂളല്ലേ പറഞ്ഞിങ്ങനെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നീറ്റ് കഴിഞ്ഞാലും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവൻ മെസ്സേജ് അയക്കലുണ്ട്,
എന്താ പറയാ ഓരോന്ന് കാണുമ്പോഴും ഹാപ്പിയാണ് എല്ലാവരും. കുട്ടിക്കാലത്തെ ഓണം ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു? എങ്ങനെയാ നിങ്ങളെ ഫാമിലിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക? ഞങ്ങൾ നാട്ടിൽ പോയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ്റെ നാട് കോട്ടയം. അപ്പം നമ്മൾ അവിടെയാണ് എല്ലാവരും കസിൻസ് എല്ലാവരും കൂടി ഓണത്തിന് ഒത്തുകൂടിയിട്ട് ഇങ്ങനെ ഫുൾ എന്താ പറയുക പൂക്കളിട്ട് പായസം വെച്ച് സദ്യയൊക്കെ വെച്ചിട്ട് അങ്ങനെ നാട്ടിൽ തോണാണ്. ഫ്രണ്ട്സ് ആയിട്ട് ഓണം ഇല്ല നമുക്ക് അവിടെ. കസിൻസ് ഒക്കെ ഫാമിലി ഓണമാണ്. അതെ, ഫ്രണ്ട്സിനേക്കാളും കസിൻസ് ആണോ കൂടുതൽ ക്ലോസ്? ഓക്കെ, കസിൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വൈബായിട്ടുള്ള കസിൻസ്. ട്രിപ്പ് ഒക്കെ കസിൻസ് ട്രിപ്പ് പോലുണ്ട്. അതെ, പണ്ടും അങ്ങനെ തന്നെ ഇപ്പോഴും പോലുണ്ട്. ഇപ്പോഴും പോലെ. അപ്പം ഈ ഒരു ഓണത്തിന് എന്താണ് ദിയയുടെ പ്ലാൻ? ഈ ഓണത്തിന്റെ നമ്മൾ നാട്ടിൽ പോകും. അവിടെ കസിൻസ് എല്ലാവരും വരും. പിന്നെ എൻ്റെ കസിന്റെ കല്യാണം ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഡാൻസ് പ്രാക്ടീസും അതൊക്കെ ആയിട്ട് ഫുൾ ചിൽ മൂഡിലാണ്. ഇപ്പൊ ഫുൾ ഡാൻസ് പ്രാക്ടീസ് ആണ്. ഈ ഒരു ഓണം കളറാക്കാൻ തന്നെ കഴിഞ്ഞ വർഷത്തെ എല്ലാം കൂടി കോമ്പൻസേറ്റ് ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ട്രിപ്പ് പോകാൻ അത് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ വേണം, ഇവിടെ ഒരു പ്ലേസ് നമ്മൾ ചൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാന്ന് പല സ്റ്റുഡൻസും ഫാമിലിയിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കുറേ കേട്ട കമന്റ്സ് ഉണ്ട്. ലൈക്ക് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കമന്റ്സ് ആയിരിക്കും, എന്തിനാണ് ഇനി ഒരു വർഷം കൂടെ കളഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് ഡിഗ്രി എടുത്ത് വാങ്ങിക്കാലോ, അപ്പൊ എന്തിനാണ് ഒരു വർഷം കൂടെ നമ്മൾ കളയുന്നത്? അങ്ങനെ പല കമന്റ്സ് ഒക്കെ വന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ ദിയയുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണെന്ന് അറിയാം. അതുകൊണ്ടാണ് പാരന്റ്സ് ഒരിക്കലും നെഗറ്റീവ് ചോദിച്ചിട്ടേ ഇല്ല. കാരണം അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് മാർക്കിനെ പോയി പറഞ്ഞു. അപ്പൊ അവരാണ് ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് അത്ര ആഗ്രഹം പാരന്റ്സിന് അറിയാം. MBBS എന്ന് പറയും, ചെറുപ്പം മുതൽ ആഗ്രഹമാണെന്നും അവർക്ക് നല്ലപോലെ അറിയാം. അപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, എന്താ പറയുക, നിന്റെ ആഗ്രഹമാണെങ്കിൽ നീ റിപ്പീറ്റ് ചെയ്ത് ധൈര്യമായിട്ട് പോയിക്കും. പിന്നെ ഒരാൾ പറയുന്നത് കേൾക്കാനൊന്നും നിൽക്കണ്ട, നിനക്കിഷ്ടം നീ റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരാളെ വെച്ച് കമ്പയർ ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട്, കാരണം ഞാൻ ലേറ്റ് നൈറ്റ് എടുത്ത് പഠിക്കുന്ന ഒരാളാണ്. അപ്പം ആ സമയത്തായാലും എനിക്ക് ഓരോ ഫുഡൊക്കെ കൊണ്ട് തന്നാലും ചായയൊക്കെ വെച്ചുതരും, ഉറക്കം വരാതിരിക്കാനൊക്കെ. അങ്ങനെ എൻ്റെ കൂടെ ഇരുന്ന് അമ്മയിലിരിക്കും, ഇടയ്ക്ക് അച്ഛനിരിക്കും. അത്ര സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡേ സ്കോളറായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ എന്നെ ഒരു ബുദ്ധിമുട്ടിക്കാതെ, പഠിത്തത്തിലൊരു ഡിസ്ട്രാക്ഷൻ ഒന്നും വരുത്തിക്കാതെ ഫുൾ സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ ഒരു വിജയത്തിൽ ഏറ്റവും ബിഗ് ക്രെഡിറ്റ് എൻ്റെ പാരന്റ്സ് തന്നെയാണ്. പാരന്റ്സ് തന്നെയാണ്. ഇപ്പം അത് കാരണം നമുക്ക് ഒരുപാട് ഫെസ്റ്റീവ് അല്ലെങ്കിൽ ഒക്കേഷൻസ് നമ്മൾ ഒരുപാട് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കുറെ പോയിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ ഒരുപാട് ഉണ്ട്. കാരണം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയാലും ഒരു എൻജോയ് മൂഡ് ആയിരിക്കില്ലേ. നമ്മൾ ഒരു പഠിത്തം നമുക്ക് അയ്യോ ഇത് ചെയ്യാനുണ്ടല്ലോ, ആ ചാപ്റ്റർ തീർക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. ഇത് തന്നെയാണ് നമ്മുടെ കാണുന്ന വ്യൂവേഴ്സിന്റെ പാരന്റ്സിനോടും നമ്മൾ പറയാനുള്ളത്. ലൈക്ക് ഒരു സ്റ്റുഡന്റിന്റെ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫാമിലിയുടെ സപ്പോർട്ടാണ്. സോ ഒരു ഫാമിലിയിൽ നിന്നൊരു നമുക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് അറിയാവുന്നവർ തന്നെ ഇങ്ങനെ പറയും, പാരന്റ്സ് ഇങ്ങനെ പറഞ്ഞ ചീത്ത പറയും. അത് അവർക്ക് ആഗ്രഹമുണ്ട് റിപ്പീറ്റ് ചെയ്യാൻ. പക്ഷെ ഇനി പാരന്റ്സ് ചീത്ത പറയും അല്ലെങ്കിൽ അവരെന്ത് പറയും, അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് റിപ്പീറ്റ് ചെയ്യാൻ പറ്റാതെ പോയവരും ഉണ്ട്. അപ്പം ഞാൻ ഇത്ര ലക്കിയാണ്, ഇത്ര നല്ല ബെസ്റ്റ് പാരന്റ്സിനെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെ, ഓക്കെ. നമ്മൾ റേസിലല്ലേ പഠിച്ച ഒരുപാട് ഫസ്റ്റ് ചാൻസിൽ ക്രാക്ക് ചെയ്ത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ച കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഇന്റഗ്രേറ്റഡ് പഠിച്ചതുകൊണ്ട് ഉപകാരമായില്ലേ, പ്ലസ് പോയിന്റ് ആയില്ലേ എന്നൊക്കെ. സോ ഇത് നമുക്ക് ഇവിടെ നേരെ തിരിച്ചാണ്. ദിയ റിപ്പീറ്റർ ആണ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് പഠിച്ചാൽ മതിയായിരുന്നോ, ലൈക്ക് ഫൗണ്ടേഷൻ മുതൽ തുടങ്ങണമായിരുന്നോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ഒക്കെ വന്നിരുന്നോ? അതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട് ഇന്റഗ്രേറ്റ് ആയിട്ട് പഠിച്ചത്. അവര് പറഞ്ഞാൽ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യും MCQs ചെയ്യാനുള്ളത്. കാരണം നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസോട് അത്ര അങ്ങോട്ട് എന്താ പറയുക ചെയ്യുന്നില്ല. നമ്മളങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആയിരിക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം റിപ്പീറ്റർ ആവുന്ന സമയത്ത് നമ്മൾ +1 +2 ശേഷമാണ് ഈ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇൻ്റഗ്രേറ്റ് ആകുമ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ച് എനിക്കൊന്ന് സ്ട്രെസ് ഫ്രീ ആയിരിക്കും നമ്മൾ. കാരണം റിപ്പീറ്റ് പറയുമ്പോൾ ഒരു വർഷമാണ് നമ്മൾ. അപ്പം പിന്നെ കുറേ പേര് ചോദിക്കാനുണ്ടാവും, എന്താ ഒരു വർഷം എടുക്കണോ. പക്ഷെ നമ്മൾ ആ ഇൻ്റഗ്രേറ്റ് ആ സമയത്ത് +2 ഒപ്പം എഴുതുന്ന സമയത്ത് ആ ടെൻഷൻ നമുക്ക് കുറവുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണം കളർഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ നല്ല അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ ഈ വർഷം ഒന്ന് ഇരിക്കുക. നമുക്ക് അടുത്ത ഓണം അടിപൊളിയായിട്ട് കളർഫുൾ ആക്കാം. കാരണം ഈ ഒരു വർഷത്തെ ഒരു എഫേർട്ടായിരിക്കും നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒരു ജേർണി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ നല്ലൊരു റെക്കഗ്നീഷൻ കിട്ടും. സോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം.